പൊളിഞ്ഞിരിക്കുന്ന ഇപ്പം ഈ മറ്റുള്ള റോഡുകളൊക്കെ അടഞ്ഞു കിടക്കുന്നതാണ്. ടൂ വീലറുകൾ ക്രമാതീതമായി വന്നുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ സാധാ ലെവല് വരുന്നതിനെക്കാട്ടി നല്ല എല്ലാ ടൂ വീലറുകളും ഇത് വാലുങ്കൽ പാലം അമേന്നൂരിന്ന് താഴേക്ക് വരുന്നത്. അത് അപകടാവസ്ഥയിൽ അടച്ചിട്ടിരിക്കുന്ന പാലാണ്. പക്ഷെ സൈഡിൽ കൂടെ നടക്കുന്നതിന് വേണ്ടി ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ ടൂ വീലറുകൾ മുഴുവൻ കയറുന്നുണ്ട്. മറ്റുള്ള റോഡുകൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ വഴി പൊയ്ക്കൊണ്ടിരിക്കുക. അപകടാവസ്ഥയിൽ വാലുങ്കൽ പാലം അധികൃതർ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും മറ്റുള്ള റോഡുകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കാരണം ടൂ വീലർ യാത്രക്കാർ മുഴുവൻ ഇതുവഴിയാണ് കടന്നു വരുന്നത്. ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ അപകട അവസ്ഥയിലിരിക്കുന്ന പാലമാണ്. ധാരാളം ടൂ വീലറുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പാലം നല്ല അപകടത്തിൽ പൊളിഞ്ഞ് പൊട്ടിയിരിക്കുന്ന പാലമാണ്. ടൂ വീലർ സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതൽ മറ്റുള്ള വഴികളൊക്കെ അടഞ്ഞു കിടക്കുന്ന കാരണം സാധാരണ ഉള്ള ദിവസങ്ങളിൽ ഉള്ളതിനെക്കാട്ടും വണ്ടികളാണ് ഇതുവഴി പോകുന്നത്. ഈ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് എല്ലാ വണ്ടികളും പോകുന്നത്. അപ്പോൾ ഒരു അപകടം ഉണ്ടായിക്കൂടായെന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. കണ്ടോ, മുഴുവൻ വാഹനങ്ങളും ഇതിലൂടെയാണ്, ടൂ വീലറുകാർ മുഴുവൻ ഇതുവഴിയാണ് വരുന്നത്. മെഡിക്കൽ കോളേജ് ഭാരം യൂണിവേഴ്സിറ്റി പറഞ്ഞ ഏറ്റവും വലിയ അതായത് ഇങ്ങോട്ട് വരുന്ന മെയിൻ വഴിയാണ്. വരുന്ന വഴി ഇതാണ് മെഡിക്കൽ കോളേജ് എല്ലാം വരുന്ന വഴി. ഈ പാലം പോയിട്ട് 15 വർഷങ്ങളായിട്ടോ. ഇത് സർക്കാർ ഞങ്ങൾ യൂട്യൂബ് 24 ചാനൽ എടുത്തപ്പം അന്ന് തൊട്ട് അവർ അന്ന് 5 കോടി രൂപ സർക്കാർ ബഡ്ജറ്റ് വെച്ചു. ഈ പാലം ഇന്ന് നടന്നിട്ടില്ല. ഈ പാലം നമ്മളൊന്ന് വഴിക്ക് പോകണ്ടേ? നിങ്ങൾ ആലോചിച്ച് ഈ പറഞ്ഞ മെയിൻ റോഡാണ്. നടന്നു പോകുന്ന ഇന്ന് റെസ്ക്യൂക്കാർ വന്നിട്ട് തിരുവനന്തപുരം പോകാൻ പറ്റിയില്ല. ഇന്ന് തിരുവനന്തപുരം പോകാൻ പറ്റില്ല. ഈ വഴി പറഞ്ഞ മെയിൻ റോഡാണ്. അല്ല, അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആലോചിക്കും മെഡിക്കൽ കോളേജ് പോകാനായിട്ട് ഒരുപാട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് ഇതിൽ പോകുന്നത്. നമ്മൾ അതിൻ്റെ അകത്തൊരു സർക്കാർ എന്തെങ്കിലും ഒരു ഏത് സർക്കാർ എഴുതിയപ്പോൾ യൂണിപ്പോ നമുക്ക് അതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ള കാര്യമാണ്. നമ്മുടെ ജനങ്ങളെ ഇപ്പം ആംബുലൻസ് പോകണം അതിലെ പോകും. മരണം മരിക്കുന്ന ജീവിക്കണ്ടേ? ഇതിന്റെ ബ്ലോക്ക് ചെയ്ത് നമ്മളല്ല BW ഇതൊരു ആംബുലൻസ് വന്നിട്ട് പോകാൻ ആ വീപ്പ വെച്ച് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ആരെങ്കിലും അറിയാതെ വന്ന് വീണ് കഴിഞ്ഞാൽ കുഴിയിലോട്ട് പോകും. ഇതുണ്ടോ ഇതുണ്ടോ, ഇത് എങ്ങനെയാണ് നടന്നു പോകുന്ന ആൾക്കാർ വരെ മറിഞ്ഞു പോകും. വീപ്പ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അതെ, ഈ ശക്തിയായ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ പാലത്തിൽ ഇടിച്ചാ വെള്ളം പോകുന്നത്. അപ്പോൾ അതിൻ്റെയും ഒരു പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നല്ല ശക്തിക്കാണ് ഇവിടെ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അപകടാവസ്ഥയിലാണ്. ഇത് നമ്മളിപ്പോൾ കണ്ട കുഴി ഒരു കാടിന് ചേർന്നൊരു കുഴിയാണ്. ആളെ നടന്നു വന്നാൽ ചിലപ്പം വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതനുസരിച്ച് ഇവിടെ നാട്ടുകാർ വീപ്പ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം പാലം അധികൃതർ അടച്ചിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാരെല്ലാം പ്രതിഷേധത്തിലാണ്. കാരണം ഈ മറ്റുള്ള റോഡുകളെല്ലാം അടയുമ്പോൾ ഈ വഴിയോടാണ് ചെറിയ ടൂ വീലറുകളെല്ലാം ഈ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ പാലം ഇവിടെ കാണാൻ മൊത്തം പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ്. പക്ഷേ എല്ലാ ടൂ വീലറും സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ടൂ വീലറുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഇത് വെറും നടക്കാൻ വേണ്ടി മാത്രം ഇട്ട വഴിയാണ്. ഒരു ടൂ വീലറെല്ലാം പോകുന്നതാണ്. വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. ഇത് അടയ്ക്കണം. അധികൃതർ എത്രയും പെട്ടെന്ന് ആൾക്കാർ നടന്നു പോകാൻ മാത്രമുള്ള സൗകര്യം ഇത് ബാക്കി വഴി അടയ്ക്കണമെന്നാണ്. നാട്ടുകാരെല്ലാം വളരെ പ്രതിഷേധത്തിലാണ്. നമുക്ക് വെള്ളം കയറി പാലമൊക്കെ അപകടത്തിലാണ് നിൽക്കുന്നത്. എത്രയും വേഗം ഇത് അടയ്ക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടത്തണമെന്നാണ്